നല്ല രാത്രിക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും നമുക്ക് ഒന്നിച്ചു കൂടുവാൻ സർവശക്തനായ ദൈവം ഒരുക്കുന്ന എല്ലാ മുഖാന്തരങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ കർത്താവിനോട് ചേർന്നായിരിക്കാനും വചനം പഠിക്കുവാനും ആരാധിക്കാനും അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും സർവശക്തനായ ദൈവം നമുക്ക് തരുന്ന എല്ലാ അവസരങ്ങൾക്കായും നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ദിവസങ്ങളിലെ എല്ലാ ശുശ്രൂഷകളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്നുള്ള ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ 3-4 ആഴ്ചകളിലായി നമ്മൾ പഠിച്ചു വരുന്നത് the 5 wounds of Jesus body, യേശുവിന്റെ ശരീരത്തിലെ 5 മുറിവുകൾ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചില ചിന്തകൾ കൂടെയാണ് നമ്മൾ കടന്നു വന്നുകൊണ്ടിരുന്നത്. നമ്മൾ കണ്ടു ഒന്നാമത്തെ യേശുവിന്റെ മുറിവ് നമ്മൾ കണ്ടത് the wound of bruising, യേശുവിന്റെ ശരീരത്തിൽ ഏറ്റ അടിയും പിടിയും മൂലം ഏറ്റ മുറിവ്. അത് പ്രധാനമായും മുഖത്തും ശരീരത്തുമാണ് ഏറ്റവും നമ്മൾ കാണുകയുണ്ടായി. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടത് the wound of laceration, അതായത് യേശുവിന്റെ പുറത്ത് പ്രധാനമായിട്ടും ഏറ്റത് ചിഹ്ന ഭിന്നമാക്കപ്പെട്ട മുറിവ്. ആദരവിനും ഭക്തിക്കും എതിരായിട്ട് ഏറ്റ മുറിവിനെ കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ച നമ്മൾ കാണുവാനുണ്ടായത് the wound of penetration, അതായത് നീതിയും സത്യവും തള്ളി അസത്യം സ്വീകരിക്കുക, കൂർത്ത മുള്ളുകൾ തുളച്ചു കയറിയത് മൂലം ഉണ്ടായ മുറിവ്. അത് പ്രധാനമായിട്ടും യേശുവിന്റെ തലയിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിന്തകളാണ് കഴിഞ്ഞ ആഴ്ച വരെ നമ്മൾ കണ്ടത്. ഇന്ന് രാത്രിയിൽ അതിനെ തുടർന്നുള്ള 4ാമത്തെ ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 4ാമത്തെ യേശുവിന്റെ ശരീരത്തിലെ മുറിവുകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ the wound of perforation, the wound of perforation, P-E-R-F-O-R-A-T-I-O-N, the wound of perforation, P-E-R-F-O-R-A-T-I-O-N. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ളതാണ് നമ്മുടെ റെഫറൻസ്. സെന്റ് മാർക്ക് ചാപ്റ്റർ 15 വേഴ്സസ് 22 to 25. ഇതാണ് നമ്മുടെ ഭാഗം എന്ന് പറയുന്നത്. the wound of perforation എന്ന് പറയുമ്പോൾ അതിന്റെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ച പോലെ അതിന്റെ ഗ്രീക്ക് വേർഡ് എന്ന് പറയുന്നത് പാരബാസിസ്, P-A-R-A-B-A-S-I-S, P-A-R-A-B-A-S-I-S, പാരബാസിസ് എന്ന് പറഞ്ഞാൽ ഈ മുറിവിന്റെ അർത്ഥം അല്ലെങ്കിൽ ഈ പദത്തിൽ കൂടെ ഇതിന്റെ മൂലഭാഷയിൽ കൂടെ വരുന്ന അർത്ഥം എന്ന് പറയുന്നത് നല്ലതും ചീത്തയും തമ്മിലുള്ള അതിർവരമ്പ്. നല്ലതും ചീത്തയും തമ്മിലുള്ള അതിർവരമ്പ്. ലംഘിക്കുക, ഒരു ഹൈഫൻ ഇട്ടിട്ട് ലംഘിക്കുക, നിയമലംഘനം, കോമ പരിധി വിടുക. ലംഘിക്കുക, കോമ നിയമലംഘനം, കോമ പരിധി വിടുക എന്ന് പറഞ്ഞാൽ കുത്തിത്തുളച്ച, കോമ സുഷിരത്താൽ ഏറ്റ മുറിവ്. കുത്തിത്തുളച്ച, കോമ സുഷിരത്താൽ ഏറ്റ മുറിവ്. ഇത് പ്രധാനമായിട്ടും ഏത് ഭാഗത്താണ് ഏറ്റത്? കൈകളിലും കാലുകളിലും. കൈകളിലും കാലുകളിലും. അപ്പോൾ ഈ മുറിവ് നമ്മൾ 4ാമത് വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്ന മുറിവ് the wound of perforation നമ്മൾ പഠിക്കുന്നത് യേശുവിന്റെ കൈകാലുകളിൽ ഏറ്റ മുറിവിനെ സംബന്ധിച്ചുള്ളതാണ് ഇത് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്. അതിനായിട്ട് ആരെങ്കിലും മർക്കോസിന്റെ 15-ാം അധ്യായം അതിന്റെ 22 മുതൽ 25 വരെയുള്ള ഭാഗങ്ങൾ ശബ്ദമുയർത്തി ഒന്ന് വായിച്ചാൽ അത് പ്രയോജനമായിരിക്കും. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോഥ എന്ന സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോയി കണ്ണിൽ എണ്ണ കലർത്തിയ വീഞ്ഞ് അവന് കൊടുത്തു. അവനോ വാങ്ങിയില്ല. അവനെ ക്രൂശിച്ച ശേഷം അവന്റെ വസ്ത്രം ഇന്നവന് ഇന്നത് കിട്ടണം എന്ന് ചീട്ടിട്ട് പകുതി ചെയ്തു. 3-ാം മണി നേരമായപ്പോൾ അവനെ ക്രൂശിച്ചു. 3-ാം മണി നേരമായപ്പോൾ അവനെ ക്രൂശിച്ചു. ഇനി ഈ ക്രൂശിക്കുക എന്ന് പറയുന്ന ഇതിനകത്ത് കൂടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഊണ്ടിലോട്ട് നമ്മൾ വരുവാൻ. എങ്കിലേ അത് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. മാത്രമല്ല ആ ഊണ്ടിലോട്ട് വന്നിട്ടാണ് അതിന്റെ പ്രവചനത്തിലോട്ട് നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പൊ ഞാൻ ഓടി വരുന്നത് ഈ ക്രൂശിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും നമ്മള് പല സമയത്തും എല്ലാവരും അല്ലെങ്കിൽ പോലും പലരും ധരിച്ചിരിക്കുന്നത് ക്രൂശ് നിർത്തിയിട്ട് അവത്തെ ക്രൂശിക്കുന്നതായിട്ടല്ല. ക്രൂശിക്കുക എന്ന് പറയുമ്പോൾ
കുരിശ് താഴെ ഇട്ടിട്ട് ആളിനെ, ഈ വ്യക്തിയെ, ക്രൂശിക്കാൻ വിധിക്കപ്പെട്ട വ്യക്തിയെ ആ ക്രൂശിൽ പിടിച്ച് കിടത്തും. കിടത്തിയിട്ട് അവിടെ കിടന്നുകൊണ്ട് ആണി അടിക്കും. ആ ആണി അടിച്ചിട്ട് അത് പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞിട്ടാണ്, ശരിക്കും പറഞ്ഞാൽ ആ കിടന്ന് ആണി അടിക്കുമ്പോൾ റിയൽ ആയിട്ടുള്ള ക്രൂശീകരണം കഴിഞ്ഞു. അല്ലെ? കിടക്കുകയല്ലേ, കുരിശ് കിടക്കുകയാ. ആ കുരിശെ കിടത്തി ആണി അടിക്കുമ്പോൾ ക്രൂശീകരണം ശരിക്കും കഴിഞ്ഞു. പിന്നെ ക്രൂശീകരണത്തിന്റെ പൂർത്തീകരണം വരുന്ന എപ്പോഴാണെന്നറിയാമോ? ഈ ആളിനെ ഈ കുരിശോട് ആണിയെ തൂക്കിയിട്ട് ആ കുഴിയിലോട്ട് കുരിശെടുത്ത് നാട്ടുമ്പോ നിങ്ങളത് ഓർക്കുക, ഈ 3 ആണിയെ ഈ ശരീരം ഈ തടിക്കുരിശെ ഒന്ന് ഒലയും. അല്ലെ? ആ ഒലയുമ്പോൾ ഏൽക്കുന്ന വേദന എത്ര ഭീകരമായിരിക്കും. അപ്പോൾ ക്രൂശീകരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റ വാക്കിൽ എല്ലാ വർഷവും നമുക്ക് ആചരിച്ചു പോകാൻ ഒരു ഗുഡ് ഫ്രൈഡേ ആയിട്ട് പോകാനുള്ളതല്ല. അതിന്റെ റിയൽ പെയിൻ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ ആ ക്രൂശീകരണത്തിലോട്ടാണ് വരുന്നത്. കാരണം കൈകാലുകളിൽ അടിച്ച ആണിയിലാണ് ക്രൂശീകരണം വരുന്നത്. നമ്മൾ വായിച്ച ഭാഗത്ത് വരുമ്പോൾ താഴെ നമ്മൾ വായിക്കുന്നുണ്ട്, യേശുവിനെ ക്രൂശിക്കാനായിട്ട് പോകുക. അപ്പൊ നിങ്ങളിപ്പം എന്നോടൊപ്പം യാത്ര ചെയ്യണം. അതായത് വിശുദ്ധ നാട്ടിൽ പോയിട്ടുള്ളവർക്ക് അറിയാം, യേശുവിന്റെ കഴിഞ്ഞ ആഴ്ച ഇവിടെ കണ്ടതുപോലെ തലയിൽ മുൾക്കിരീടം അടിച്ചു. അവിടുന്ന് യേശുവിനെ കൊണ്ടുപോകുകയാണ്. അല്ലെ? കൊണ്ടുപോയി അങ്ങോട്ട് പോകുന്ന വഴി 1-ാം സ്ഥലം, 2-ാം സ്ഥലം, 3-ാം സ്ഥലം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ആ പോകുന്ന വഴിക്ക് അവിടെ ഒരു പദം നമ്മൾ വായിച്ചു കേട്ടു. പോകുന്ന വഴിക്ക് യേശുവിന് കണ്ടിവെണ്ണ ചേർത്ത വീഞ്ഞ് കുടിക്കുവാൻ കൊടുത്തു. പക്ഷെ യേശു വാങ്ങി കുടിച്ചില്ല. അപ്പൊ അത് നിങ്ങൾക്കൊന്ന് മനസ്സിൽ, ഇത് പറയുമ്പോഴേ അത് പറയാൻ പറ്റുന്നത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം എന്ന് എനിക്ക് അറിയത്തുമില്ല. നമ്മുടെ വേദപുസ്തകം പഠിക്കുമ്പോൾ ഒന്ന് യേശു കുടിച്ചെന്ന് പറയുന്നു, ഒന്ന് യേശു കുടിച്ചില്ലെന്ന് പറയുന്നു. ഇതെന്താണെന്ന് നമുക്കറിയാമോ? അത് നമ്മൾ അറിയണം. എന്താണ് നമ്മൾ അറിയണം? അത് അറിഞ്ഞ് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് പോകുമ്പോൾ മാത്രമേ ഈ ക്രൂശീകരണത്തിന്റെ പൂർത്തീകരണത്തിൽ നമ്മൾ എത്തുകയുള്ളൂ. അപ്പം എന്താണ് യേശു കുടിച്ചത്, എന്താണ് യേശു കുടിക്കാത്തത്? നമുക്ക് ആകെ കുടിക്കാമെന്ന് അറിയാവുന്ന ചൊറുക്കാവെള്ളം കുടിക്കുന്നത് മാത്രം നമുക്ക് അറിയാം. എന്നാൽ എന്താണ് യേശു കുടിച്ചത്? ഞാൻ 2 കാര്യങ്ങൾ അവിടെ ക്ലാരിഫൈ ചെയ്തെങ്കിൽ മാത്രമേ ഈ ബൂണ്ട് പൂർണ്ണമാകാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്താണ് കുടിച്ചത്? ഒന്നാമതായിട്ട് കുടിച്ചത് വേദപുസ്തകം പഠിക്കുമ്പോൾ യേശു പുളിച്ച വീഞ്ഞ് കുടിച്ചെന്നാ വായിക്കുന്നത്. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ചു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 29-30 വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 19, 29, 30. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, യേശുവിന് പുളിച്ച വീഞ്ഞ് കൊടുത്തു. ഇതെന്താണെന്നറിയാമോ? ഈ പുളിച്ച വീഞ്ഞ് എന്ന് പറയുന്ന സാധനം, ഇതിനെക്കുറിച്ച് പറയുന്നത്, ഈ ക്രൂശീകരണ സമയത്ത് അനേക പടയാളികളും ആൾക്കാരും ഈ ഗോൽഗോഥയിൽ ക്രൂശീകരണ സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ പടയാളികൾ രാവിലെ മുതൽ പലപ്പോഴും, അപ്പൊ അവർക്ക് കുടിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു തരം താണ വീഞ്ഞിനെയാണ് പുളിച്ച വീഞ്ഞെന്ന് പറയുന്നത്. അല്ലെ? നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല, നാട്ടിലൊക്കെ പണ്ട് കാടിയൊക്കെ കഞ്ഞിവെള്ളം പുളിച്ചതാ, അതുകൊണ്ട് ഞാൻ കാടിക്കകത്തോട്ട് ഒഴിച്ചേ. കാരണം ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ഇതെന്തെടുക്കും? പുളിക്കും. അപ്പം ഈ അവിടെ നിൽക്കുന്ന പടയാളികൾക്ക് കുടിക്കാൻ വെച്ചിരിക്കുന്ന ഒരു തരംതാണ വീഞ്ഞാണ്. അത് എന്റെ ഒരു അഭിപ്രായം പറഞ്ഞതല്ല, വേദപുസ്തകത്തിൽ തന്നെ അതിനെ പറയുന്നുണ്ട്. അതായത് ഓതറൈസ്ഡ് വേർഷനിൽ, ഇംഗ്ലീഷിൽ ഓതറൈസ്ഡ് വേർഷൻ അതിനെ കുറിച്ച് പറയുന്നത് വിനാഗിരി എന്നാണ്. വിനാഗിരി നമുക്ക് കുടിക്കാൻ പറ്റുന്ന സാധനമാണോ? അല്ല, അത് കുടിക്കാൻ പറ്റുന്നതല്ല. അതുപോലെ തന്നെ ഗുഡ് ന്യൂസ് വേർഷനിൽ പറയുന്നത് ചീപ്പ് വൈൻ, തരംതാണ വൈൻ എന്നാണ് പറയുന്നത് ഗുഡ് ന്യൂസ് വേർഷനിൽ. എന്ന് പറഞ്ഞാൽ ചുരുക്കത്തില് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ പുളിച്ച വീഞ്ഞ് അവിടെ വെച്ചിരിക്കും. ഇതാണ് യേശു കുടിച്ചത്. അപ്പൊ നമ്മൾ എപ്പോഴും ഓർക്കണം, എന്താണ് യേശു കുടിച്ചത്. ഇനി കുടിച്ചതിനെ കുറിച്ച് പറയുന്നതിന് ഇങ്ങനെയാണ്, ഈ ക്രൂശിക്കാനായിട്ട് വരുമ്പോൾ, ഇവിടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, യേശു ഏകദേശം 17 മണിക്കൂറോളമാണ് ജലപാനം കഴിക്കാത്തത്. ശരീരത്തിൽ നീ വാർന്ന് രക്തം മുഴുവൻ പൊക്കോണ്ടിരിക്കുകയാണ്. ഈ മുൾക്കിരീടോ അടി ഇത്രയും മുറിവേറ്റപ്പോൾ ഏറ്റവും അവസാനമാണ് ഈ 3 മുറിവ് ശരീരത്തിൽ ഏൽക്കുന്നത്, 3 ആണി. പക്ഷെ അതിനു മുമ്പേ ഒന്ന് ഓർത്തു വായിക്കുന്നത്, ഓർപ്പിച്ചതുപോലെ ഏകദേശം 5477 മുറിവുകൾ വിവിധ നിലകളിൽ യേശുവിന്റെ ശരീരത്തിലുണ്ട്.
അപ്പം അതിനകത്തിൽ കൂടെ ബ്ലഡ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ആൾക്കാർ മുകളിലോട്ട് വരുമ്പോൾ ആരെങ്കിലും ക്രൂശീകരിക്കാൻ വിധിക്കപ്പെട്ട ആൾ ദാഹത്തിന് ചോദിച്ചാൽ അവിടെ കുടിക്കുവാൻ വെച്ചിരിക്കുന്ന ഈ പുളിച്ച വീഞ്ഞ്, അത് ഇവർക്ക് കുടിക്കുവാനല്ല, പിന്നെ ആർക്കാണ്? പടയാളികൾക്ക്. ആ പടയാളികൾ അവിടെ നിൽക്കുന്ന ഒരാൾക്ക് മനസാക്ഷി ഉണ്ടെങ്കിൽ ഈ ആൾക്ക് കൊടുക്കും. അങ്ങനെയാണ് അവിടുത്തെ പോക്ക്. ഇനി അത് കൊടുക്കുന്നത് എങ്ങനെയാണ്? അത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഏകദേശം വേദപുസ്തകം പറയുന്നത് 4 വിധത്തിലാണ് അത് കൊടുക്കുന്നത്. അതായത് ഒന്നാം പറയുന്നു, ഒരു വിധത്തിൽ കൊടുക്കുന്നത് 3 കാര്യം വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒന്ന് കൊടുക്കുന്ന അറിയാമോ? ഈ അവിടെ ഈ സ്പോഞ്ച് പോലെയുള്ള സാധനം, അതായത് നമ്മുടെ പൊങ്ങ, അതിനാണ് ഈ സ്പോങ് എന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് പടയാളിയുടെ കുന്തത്തിൽ കുത്തും, എന്നിട്ട് ഈ പുളിച്ച വീഞ്ഞിലോട്ട് മുക്കും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? അപ്പം അതിനകത്തിലോട്ട് മുക്കും. മുക്കിയിട്ട് ഈ കിടക്കുന്ന ആളിന്റെ വായിലോട്ട് വെച്ചു കൊടുക്കും. ഇതാണ് ഒരുവിധം സാധാരണഗതിയിൽ ചെയ്യുന്നത്. എന്നാൽ വേദപുസ്തകത്തിൽ യേശുവിന് കൊടുത്തതിനെ കുറിച്ച് പറയുന്നത്, ഒന്നാമത്തേത് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 48-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, അതായത് ഒരു സ്പോം ഓടത്തണ്ടിന്മേൽ, അവിടെ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 48-ാം വാക്യം, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിപ്പിക്കുന്നില്ല. അവിടെ പറയുന്നു, യേശുവിന് പുളിച്ച വീഞ്ഞ് കൊടുത്തത് ഒരു സ്പോം ഓടത്തണ്ടിന്മേലാണ്. രണ്ടാമതായിട്ട് മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 36-ാം വാക്യം, മർക്കോസ് 15:36 പറയുന്നു, ഒരു സ്പോം ഓടക്കോലിന്മേൽ, ഓടത്തണ്ടിന്മേൽ, ഓടക്കോലിന്മേൽ. രണ്ടാമതായിട്ട് അങ്ങനെയാണ് യേശുവിന് കൊടുത്തത്. മൂന്നാമതായിട്ട് പറയുന്നു യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 29-ാം വാക്യം, യോഹന്നാൻ 19:29 പറയുന്നു, ഈസോപ്പ് തണ്ടിന്മേൽ. ഇത് കൊടുക്കുന്ന വിധം ഞാൻ എളുപ്പം നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കി കാണിച്ചു തരാം. അതായത് ആള് ക്രൂശീകരണപ്പെട്ട് ഇങ്ങനെ കിടക്കുകയാണ് അല്ലെ? ഇങ്ങനെ കിടക്കുമ്പോൾ ഇത് കൊടുക്കുന്ന അറിയാമോ? പടയാളി അവന്റെ കുന്തത്തെ അല്ലെങ്കിൽ ഓടത്തണ്ടിന്മേൽ ഇത് മുക്കിയിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഇത് ഇങ്ങനെ ഇവിടോട്ട് അടുപ്പിച്ചു കൊടുക്കും ഇങ്ങനെ. അപ്പോൾ ഈ കിടക്കുന്ന ആൾ ആ ദാഹവും പരവേശവും വെപ്രാളവും കൊണ്ട് തല എത്തിച്ച് ഈ സ്പോഞ്ച് എന്ന് വലിച്ച് ഇറ്റു കുടിക്കുക. ഒന്ന് ഓർത്തിരിക്കേ, ഈ അഖിലാണ്ടത്തിന്റെ ഉടയവനായ കർത്താവ് ഈ അവസാനം ഈ വെള്ളം കുടിക്കുന്നത് ഈ നിലയിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ആ ഭാഗം ഒന്ന് വിടുക. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതാണ് യേശു കുടിച്ചെന്ന് പറയുന്നത് പുളിച്ച വീഞ്ഞാണ്. കുടിച്ച് ഇതിന്റെ ഓർമ്മയ്ക്കാണ് ഇപ്പോഴത്തെ പൗരസ്ത്യ പല സഭകളും അപ്പോസ്തോലിക് സഭകളും അതിന് പകരമായിട്ട് ഗുഡ് ഫ്രൈഡേ നമ്മൾ എന്തോ കൊടുക്കുന്നു? ചൊറുക്കാവെള്ളം കൊടുക്കുന്നു. ചൊറുക്കാവെള്ളം എന്തുകൊണ്ടൊക്കെ ഉണ്ടാക്കിയെന്നറിയാമോ? ഉണ്ടാക്കുന്നവരിവിടെ കാണും. ഞങ്ങളൊക്കെ സെമിനാറിൽ പഠിക്കുമ്പോൾ ഒത്തിരി ഉണ്ടാക്കിയ ചൊറുക്കാവെള്ളം ഉണ്ടാക്കുന്ന ഒന്ന് ചെന്നിനായം, അതുപോലെ ഇഞ്ചി നീര്, അതുപോലെ നെല്ലിക്ക, വേപ്പില, വിനാഗിരി, ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ചേർത്ത്, ചിലടത്താണെങ്കിൽ പിന്നെ കാഞ്ഞിരത്തിന്റെ കായും കൂടി ഇട്ട് ആണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. കാരണം അതിന്റെ ആ കാഠിന്യം, കയ്പ് മനുഷ്യന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പം അതാണ് അതിന്റെ ഒരു ഓർമ്മ നിലനിർത്താൻ വേണ്ടി ചെയ്യുന്നു. അതുപോട്ടെ, ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം ഇതാണ് പുളിച്ച വീഞ്ഞ് യേശു കുടിച്ചത്. ഇനി നമ്മൾ വായിച്ച ഭാഗത്ത് വന്ന കണ്ടിവെണ്ണ, അതാണ് രണ്ടാമത്തേത്. കണ്ടിവെണ്ണ കലർത്തിയത്, അത് മർക്കോസ് 15:23 നമ്മൾ വായിക്കുന്നുണ്ട്. അത് യേശു വാങ്ങിയുമില്ല കുടിച്ചുമില്ല. അപ്പൊ നിങ്ങളത് നന്നായിട്ട് മനസ്സിലാക്കണം. എന്താണ് യേശു കുടിച്ചത്, എന്താണ് യേശു കുടിക്കാന്? അപ്പൊ പുളിച്ച വീഞ്ഞ് യേശു കുടിച്ചെന്ന് പറഞ്ഞു. രണ്ടാമത് കണ്ടിവെണ്ണയാണ്. അത് കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞെന്നാ വായിക്കുന്നത്. കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ് അത് യേശു വാങ്ങിയുമില്ല കുടിച്ചില്ല. മർക്കോസ് 15:23 വായിക്കുന്നുണ്ട്. ഇത് എവിടെ വെച്ച് കൊടുത്തു എന്നുള്ളതാണ് പ്രധാനമായിട്ടും അർഹിക്കുന്നത്. നമ്മൾ വായിക്കുന്ന ഈ ഭാഗം വരുന്നത്, നമ്മൾ ഈ ദ വേ ഓഫ് ദ ക്രോസിൽ 7ാമത്തെ സ്ഥലം എവിടെയാണെന്ന് അറിയാമോ? പോയവരോടാണ് ഞാൻ ചോദിക്കുന്നത്. ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട അല്ലേ? അതുകൊണ്ട് ഞാൻ അവിടെ വിടുകയാണ്. 7ാമത്തെ സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് 7ാമത്തെ സ്ഥലത്താണ് യേശു വീണ് കഴിഞ്ഞ് ആ 7ാമത്തെ സ്ഥലത്തിന് ശേഷം, 7ാമത്തെ സ്ഥലത്ത് യേശു വീണതിന് ശേഷം എഴുന്നേറ്റ് അങ്ങോട്ട് പോകുമ്പോഴാണ്
ഈ കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ് യെരുശലേം പുത്രിമാർ സ്ത്രീകൾ അവിടെ കൊടുക്കുന്നത്. ഇതിനൊരു കാരണമുണ്ട്. യെരുശലേമിലെ ഉത്തമ സ്ത്രീകൾ, അതിനെക്കുറിച്ച് ചരിത്രം പറയാം. ഉത്തമ സ്ത്രീകൾ എന്ത് ചെയ്യുന്നറിയാമോ? ഈ കണ്ടിവെണ്ണ കലർത്തുക എന്ന് പറഞ്ഞാൽ ഒരുമാതിരി മയക്ക് മരുന്നാണിത്. കൈൻഡ് ഓഫ് സെഡേറ്റീവ്, ആൾക്കാർ മയങ്ങുന്ന വിധത്തിൽ. കാരണം ഇതിന് വിധിക്കപ്പെട്ട ആൾക്കാർ വരുമ്പോൾ ക്രൂശീകരണ സമയത്ത്, കാരണം ഇവിടുന്ന് മുകളിലോട്ട് കൊണ്ടുപോയി ക്രൂശിക്കുകയാണ്. അപ്പോൾ വേദന വരുമ്പോൾ അസഭ്യങ്ങൾ വിളിച്ചു പറയും. ഇതുമായിട്ട് ബന്ധപ്പെട്ടവരെയും ചെയ്യുന്നവരെയും പല വിധത്തിൽ മനുഷ്യൻ കേൾക്കാൻ പാടില്ലാത്ത അസഭ്യങ്ങളും പുലഭ്യങ്ങളും ഇവർ വിളിച്ചു പറയും. അതുകൊണ്ട് ഇത് ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഈ തെറ്റ് ചെയ്യുന്നതിന് കൊടുക്കുന്ന ശിക്ഷയാണ്. അപ്പൊ അതുകൊണ്ടൊരു മാതൃകാപരമാകേണ്ടത് എല്ലാവരെയും വിളിച്ചു കൂട്ടിയാണ് ക്രൂശിക്കുന്നത്. കാരണം ഇനിയും ആരും തെറ്റ് ചെയ്യരുത്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് സൗദിയിൽ ഇപ്പോഴും തലവെട്ടുന്നത്. എപ്പോഴാണ്? വെള്ളിയാഴ്ചത്തെ ജുമാ നമസ്കാരം കഴിഞ്ഞ് ആൾക്കാരെല്ലാം കൂടെ ഘോഷയാത്രയായിട്ട് വന്നത്. കാരണം ഇതൊരു തെളിവിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്, പാർട്ടി ചെയ്യുന്നതല്ല. അപ്പോൾ ആ സമയത്ത് യെരുശലേമിലെ ഉത്തമയായ സ്ത്രീകൾ ഇത് കുഞ്ഞുങ്ങളെ കേൾക്കാതിരിക്കാനും അസഭ്യം പുറത്തു വരാതിരിക്കാനും ഇവിടെ വെച്ച് ഈ കണ്ടിവെണ്ണ ചേർത്ത വീഞ്ഞ് കൊടുത്ത് ഇത് കുടിച്ച് അങ്ങ് ചെല്ലുമ്പോഴത്തേന് ആ ഒരു കോൺഷ്യസ് മെന്റാലിറ്റി അങ്ങ് മാറും. അപ്പോൾ അത് മാറുന്നതിന് വേണ്ടിയാണ് ഇത് കൊടുത്തത്. അന്നേരമാണ് 8ാം സ്ഥലത്തോട്ട് യേശു പോകുന്നതിനിടയ്ക്ക്. അപ്പോഴാണ് യേശു 8ാമത്തെ സ്ഥലത്ത് പറയാണ്, യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളെ മക്കളെയും ചൊല്ലിക്കരാം. അത് പറയാണ്. അപ്പൊ ഞാൻ അബോധാവസ്ഥയിലായി ഒരു പ്രതികൂലം വരുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾ എനിക്കിത് തന്ന് എന്നെ മയക്കുകയും വേണ്ട, മറിച്ച് നിങ്ങൾ ആരെ ഓർത്ത് കരയണം? നിങ്ങളെയും നിങ്ങളെ മക്കളെയും ഓർത്ത് കരാം എന്ന് യേശു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഈ ദുഷ്കർമ്മികൾ പല വിധത്തിലുള്ള അസഭ്യങ്ങൾ പുലമ്പുവാൻ സാധ്യതയുള്ളത് കൊണ്ട് അവർക്ക് കുടിക്കുവാൻ വഴിയിൽ വെച്ച് കൊടുക്കുന്നതാണ് കണ്ടിവെണ്ണ ചേർത്ത വീഞ്ഞ്. അത് യേശു കുടിച്ചില്ല. അപ്പൊ ഇനിയിപ്പോ നിങ്ങളോട് പാഷനിൽ വരുന്ന ആഴ്ചയൊക്കെ നമ്മൾ ഇനിയും ലെന്റിലോട്ട് പ്രവേശിക്കുക. അപ്പൊ യേശു എന്ത് കുടിച്ചു എന്ത് കുടിച്ചില്ല എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയല്ലോ അല്ലെ? അപ്പൊ ഇനി ഈ വർഷം ഗുഡ് ഫ്രൈഡേ പള്ളിയിൽ പോയി ചുരുക്കാവെള്ളം കുടിക്കുന്നവര് അതോർത്ത് എന്താണ് ഏതാണെന്ന് ഓർത്ത് അതിന്റെ പെയിനോട് വേണം അത് സ്വീകരിക്കാൻ. പോട്ടെ, ഇനിയുമാണ് നമ്മുടെ വൂണ്ടിലേക്ക് ഞാൻ വരിക. അപ്പൊ യേശു ഓൺ ദ വേ ടു ക്രോസ് കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ് കൊടുത്തിട്ട് അത് നിരാകരിച്ചുകൊണ്ട് യേശു ക്രൂശിൽ നടക്കുന്ന ഗോൽഗോഥായിലെത്തി. അതാണ് നമ്മളവിടെ കാണാൻ സാധിക്കുന്നത്. എന്നിട്ട് യേശുവിനെ കുരിശിൽ പിടിച്ച് കടത്തി. നമുക്കറിയാം, യേശുവിന്റെ വസ്ത്രം പറിച്ചെടുത്തു. എന്നിട്ട് യേശുവിനെ എത്ര ആണി അടിച്ചായിട്ട് നമ്മൾ വായിക്കുന്നത്? എത്ര ആണി? 3 ആണി. ഈ 3 ആണി എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ഈ 3 ആണി പ്രദാനം ചെയ്യുന്ന ഒന്നാമത്തെ ആണി സ്വർലോകത്തെ, രണ്ടാമത്തെ ആണി ഭൂലോകത്തെ, മൂന്നാമത്തെ ആണി അധോലോകത്തെ. ഈ 3 ആണികൾ റെപ്രസെന്റ് ചെയ്യുന്ന ഇതാണ്. അതുകൊണ്ടാണ് യേശുവിന്റെ നാമത്തിങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും. എങ്ങനെയാണ് ഇത് ഉണ്ടായത്? അപ്പൊ നമ്മൾ നന്നായിട്ട് ഈ വൂണ്ട് ഉണ്ടായതിനെ കുറിച്ച് പഠിക്കണം. ഈ ഭൂമിയിൽ സ്വർലോകത്തിലും ഭൂലോകത്തിലും അധോലോകത്തിലും, അതായത് സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും. അതാണ് യേശു മർക്കോസിന്റെ അവസാന ഭാഗത്തും മത്തായിയുടെ അവസാന ഭാഗത്തും എനിക്ക് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നു അല്ലെ യേശു പറയുക. അപ്പം യേശു കൈകാലുകളിൽ ആണി അടി വാങ്ങിയത് എന്തിനാണ്? ഈ കൈയിൽ കാലുകൾ കൂടെ ആണിയടി വാങ്ങിയതിൽ കൂടെ, ഈ സുഷിരങ്ങൾ ഏറ്റതിൽ കൂടെ സ്വർലോകത്തിലും ഭൂലോകത്തിലും അധോലോകത്തിലുമുള്ള സകല അധികാരവും യേശു തന്റെ രക്തം കൊടുത്തും കൊണ്ട് വിലക്ക് വാങ്ങുകയാണ്. നിങ്ങൾ ഓർക്കണം, യേശു ജനിച്ചത് യെസ് ഓഫ് കോഴ്സ് ദൈവപുത്രനാണ്, സകല അധികാരമുണ്ട്. പക്ഷെങ്കിൽ ആ അധികാരം ജന്മനാ കിട്ടിയത് മാത്രമല്ല, യേശു തന്റെ രക്തം കൊടുത്ത് അത് വിലക്ക് വാങ്ങുകയും ചെയ്യും. ഇതൊക്കെ കൂടെ നമുക്കും ഒരു ദൂത് തരുന്നുണ്ട്. നമ്മൾ കൃപയാൽ ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. നമ്മൾ ജന്മനാ ഒരു ക്രിസ്ത്യാനിയായി ജനിച്ചു എന്ന് വെച്ചാൽ അതുകൊണ്ട് മാത്രമായില്ല, നാം യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായിട്ട് മാറും. മനസ്സിലായോ? അതാണ് ഇവിടെ കണ്ടത്. യേശു തന്റെ രക്തം കൊടുത്ത് ഈ മേഖലകളിലെ മുഴുവനും അധികാരവും താൻ പിടിച്ചു വാങ്ങി. ഈ പിടിച്ചു വാങ്ങി എന്തിനാണെന്നറിയാമോ?
സ്വർലോകത്തിലും ഭൂലോകത്തിലും അധോലോകത്തിലും പാപം ചെയ്യുന്ന സകല മനുഷ്യന്റെയും പാപം എന്നേക്കുമായി കഴുകിക്കളയുന്നതിന് വേണ്ടി, ആ പാപത്തിന് ഒരു അറുതി വരുത്തുന്നതിന് വേണ്ടിയാണ് ഈ 3 ആണികൾ യേശുവിന്റെ ശരീരത്തിൽ അടിച്ചത്. ഇനി ഈ 3 ആണികൾ അടിച്ചപ്പോൾ യേശുവിന്റെ ശരീരത്തിൽ എത്ര സുഷിരമുണ്ടായി? എത്ര സുഷിരമുണ്ടായി? 4 സുഷിരമുണ്ടായി. 3 ആണികൾ 3 പ്രദേശങ്ങളെ സൂചിപ്പിച്ചു. 3 ആണി അടിച്ചപ്പോൾ 4 സുഷിരങ്ങൾ വന്നു. ഈ സുഷിരം എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള അതിന്റെ അർത്ഥം എന്തുവാ മലയാളത്തിൽ? ഹോൾ, എഗ്രി എന്ന് പറഞ്ഞാൽ കറക്റ്റ്, അതാണ് അതിന്റെ ആൻസർ. ഹോൾ, ഈ സുഷിരം എന്ന് പറയുമ്പോൾ ലൈക്ക് എ പൈപ്പ്, ഒരറ്റത്ത് നിന്ന് മറ്റേ, അതായത് ബാക്കിയുള്ള യേശുവിന്റെ ശരീരത്തിലെ മുറിവുകൾ ഇതുവഴി കയറി ഇപ്പുറത്തോട്ട് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അതാണ് അതിന്റെ വ്യത്യാസം. ഇതുവഴി കയറി ഇപ്പുറത്ത് വന്നില്ല, കേറി മുറിഞ്ഞു. ശരീരത്തിൽ ബാക്കി മുറിവുകൾ മുഴുവനും ഏറ്റു മുറിഞ്ഞു അപ്പുറത്തും ഇപ്പുറത്തും വന്നിട്ടില്ല. എന്നാൽ ഈ 4 മുറിവുകളും ആണി ഇതുവഴി അടിച്ച് ഇപ്പുറത്തൂടെ ഇറങ്ങി തടിയെ ചെന്നു. ഞാൻ നിങ്ങൾക്ക് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ട്. നമ്മള് ഇതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ്. ഇതിനകത്തൊക്കെ വളരെ അർത്ഥങ്ങൾ ഒതുങ്ങി കിടക്കുന്നതാണ്. ഈ 4 മുറിവ് ഒരു കാലേ കൂടെ കയറി മറ്റേ കാലിൽ കൂടെ ഇറങ്ങി താഴത്തെ തടിയിൽ ചെന്ന് മുട്ടി. അപ്പം എത്ര സുഷിരം വന്നു? 4 സുഷിരം വന്നു. ഈ 4 സുഷിരം സൂചിപ്പിക്കുന്നത് 4 ദിക്കുകളെയാണ്. 4 ദിക്കുകളെയാണ്. അപ്പോൾ സ്വർലോകത്തിനും ഭൂലോകത്തിനും അധോലോകത്തിനും അധികാരമായി യേശു 3 ആണി കൊണ്ട് ഇതിനെ മുഴുവൻ തന്റെ രക്തം ചൊരിയിച്ച് വിലക്കെടുത്തിട്ട് 4 ദിക്കുകളുമുള്ള സകല ജനത്തെയും യേശു തന്റെ ശരീരത്തിൽ കൂടെ കടത്തിവിടുകയാണ്. അപ്പം യേശുവിന്റെ ആ സുഷിരത്തിൽ കൂടെ നിങ്ങൾ ഓർക്കും, ഇതാണ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം. അതാണ് നമ്മുടെ തീം, നല്ല ഇടയൻ. ഞാൻ ആ തീം കൂടി ഇപ്പൊ പ്രസന്റ് ചെയ്ത് വരിക. യേശു പറയുന്നു, ഹല്ലേലൂയ, ഞാൻ വാതിലാകുന്നു. ഞാൻ വാതില്. ഈ വാതിൽ എങ്ങനെയാ വന്നതെന്നറിയാമോ? ഈ 4 ദിക്കിലുമുള്ള മനുഷ്യർക്ക് ഈ യേശുവിന്റെ ആണിയിൽ കൂടെയുള്ള സുഷിരത്തിൽ കൂടെ ഒരു വലിയ വാതിൽ സ്വർഗത്തിലെ അപ്പൻ തുറന്നു വെച്ചിരിക്കുകയാണ്. അല്ലെ? ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ. വചനത്തിന്റെ അർത്ഥം മനസ്സിലാക്കണം. നിങ്ങൾ ആ മർമ്മം നിങ്ങൾക്ക് കിട്ടണം. എനിക്കൊന്ന് നിങ്ങളിത് കേട്ട് പേടിച്ചിരിക്കുകയാണോ, അതോ ഇങ്ങനെ വണ്ടടിച്ചിരിക്കുകയാണോ, ഗോൽഗോഥയിലായിരിക്കണോ, ഐ ഡോണ്ട് നോ. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അപ്പം ഈ സുഷിരത്തിൽ കൂടെ, യേശുവാകുന്ന വാതിൽ കൂടെ ഏത് ദിക്കിലുള്ളവനും സ്വർലോകത്തിന്റെയും ഭൂലോകത്തിന്റെയും അധോലോകത്തിന്റെയും അധികാരം തന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്തിട്ട് ഈ സുഷിരത്തിൽ കൂടെ ഏത് ജാതിയിൽപ്പെട്ടവനും ഏത് മതത്തിൽപ്പെട്ടവനും എവിടെ കിടക്കുന്നവനും ഈ വാതിൽ കൂടെ കടന്നു വന്നാൽ അവന് രക്ഷയുണ്ട്. അതാണ് ഈ 3 ആണിയിൽ കൂടെ 4 സുഷിരം യേശുവിന്റെ ശരീരത്തിൽ ഉണ്ടായത്. അതുകൊണ്ട് അതാ നമ്മൾ പറഞ്ഞേ, ഭക്തിക്ക് അല്ലെങ്കിൽ നല്ലതും ചീത്തയും നമ്മൾ അതിൽ വരുമ്പോ എവിടെ വീണ് പോയാലും ഈ സുഷിരത്തിൽ കൂടെ അടുത്ത് വന്നാൽ, ഈ കാൽവരിയുടെ അടുത്ത് വന്നാൽ നമുക്ക് എന്തോ ഉണ്ട്? പാപമോചനമുണ്ട്, രക്ഷയുണ്ട്. യേശു യോഹന്നാൻ 10-ാം അധ്യായം 10-ാം വാക്യം, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. രക്ഷിക്കപ്പെടുമെന്നല്ല അവിടെ വായിക്കുന്നത്, രക്ഷപ്പെടും. അല്ലേ? അതാണ് വ്യക്തമായിട്ട് പറയുന്നത്. അവൻ അകത്ത് വരികയും പുറത്തു പോകുകയും. ഇതാണ് വഴി തുറന്നത്. നമ്മൾ അതിനും ശരിക്കും പഠിക്കണം. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും ചെയ്യും. അപ്പൊ അകത്തോട്ട് പോയി വഴി അടയുകയല്ല, മനസ്സിലായോ? പുറത്തു പോവുകയും അവൻ മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നാൽ അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനും അത്രേ ഞാൻ വന്നത്. യേശു തന്റെ ജീവൻ കൊടുത്ത് 4 ദിക്കിലുമുള്ള സകലരെയും സമൃദ്ധിയായ ജീവനിലേക്ക് വരുത്തിയിരിക്കുകയാണ്. ഇന്ന് രാത്രി ഈ വചനം ശുശ്രൂഷിക്കുന്ന നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാം. ഈ സമൃദ്ധമായ ജീവനിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടോ? നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? യെസ്. ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ, ഞാനതിനെ ഇങ്ങനെയാ കാണുന്നത്, നമ്മുടെ കൂട്ടത്തിൽ ഭാരമുള്ള കുഞ്ഞുങ്ങളെ, രോഗമുള്ള കുഞ്ഞുങ്ങളെ
പഠിക്കുവാൻ എന്തെങ്കിലും പ്രയാസമുള്ള കുഞ്ഞുങ്ങളെ, ഏതെങ്കിലും പാരമ്പര്യ ബുദ്ധിമുട്ടുകളുള്ള കുഞ്ഞുങ്ങളെ, നമ്മുടെ ശരീരങ്ങളെ യേശുവിന്റെ സുഷിരത്തിൽ കൂടെ നമുക്കൊന്ന് കടത്തിവിടാം. അല്ലേ? നമ്മൾ പ്രാർത്ഥിച്ച് മറുപടി കിട്ടാത്ത ചില വിഷയങ്ങളെ, നമ്മൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന മാനസിക സാമ്പത്തിക സംഘർഷങ്ങളെ ഇന്ന് രാത്രി യേശുവിന്റെ സുഷിരത്തിൽ കൂടെ നമുക്കൊന്ന് കടത്തിവിടാം. എന്നറിയാം അവന്റെ പ്രത്യേകത? അവൻ മേച്ചൽ കണ്ടെത്തും. എന്ന് പറഞ്ഞാൽ അവൻ എന്ത് ആഗ്രഹിക്കുന്നോ ആ മേച്ചൽ അവന് ലഭിക്കേണ്ടതായിട്ടുള്ള ഏത് ഭക്ഷണമാണോ ഈസ് ദേർ, അത് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മളിവിടെ ഇരിക്കുമ്പോൾ ആ നിലയിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്കത് ലഭിക്കണം. അതുകൊണ്ട് നമുക്ക് ആ സുഷിരത്തിൽ കൂടെ ഒന്ന് കയറി ഇറങ്ങാം. ഇതാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കൈ കാലുകൾ സുഷിരത്താൽ ഏറ്റ മുറിവ്, യേശുവിന്റെ ശരീരത്തിൽ ഉണ്ടായ മുറിവ്. നോർത്ത് നോക്കിയേ, നമ്മൾ കൈകൊണ്ട് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ കാലുകൊണ്ട് ചെയ്ത, നമ്മൾ ഏതെല്ലാം മേഖലകളിൽ പ്രവർത്തിച്ച പാപപ്രവൃത്തികളുണ്ടോ അതിന് മുഴുവനും യേശു തന്റെ കരങ്ങളിൽ ആ അടിയേറ്റു അല്ലെങ്കിൽ ആണിയടിയേറ്റു. ഒന്ന് ഓർത്ത് നോക്കിയേ, ആ ആണി അങ്ങോട്ട് അടിച്ചപ്പോൾ യേശുവിന്റെ കയ്യിൽ ആ പിടിച്ചവനെ ഒന്ന് വരച്ചിട്ടുണ്ടാവും, അല്ലേ? ഒന്ന് ഓർത്ത് നോക്കിയേ. കാരണം അറിയാമോ? എത്രയോ രോഗികളെ സൗഖ്യമായ കരമാണ്. എത്രയോ പേർക്ക് പാപമോചനവും എന്തെല്ലാം വിടുതലും അനുഗ്രഹങ്ങളും കൊടുത്ത കരമാ. ആ കരത്തേലാണ്, യേശുവിന്റെ കരത്തേലോട്ടാണ് ആണി അടിച്ചത്, അല്ലേ? പക്ഷെ ആ ആണി അടിക്കപ്പെട്ടതിൽ കൂടെ നമുക്കൊരു പുതുവഴി തുറന്നു തന്നു. ആ ആണിയിൽ കൂടെയാണ് രക്തം സകല ലോകത്തിന്റെയും പാപത്തിനു വേണ്ടി ഒഴുക്കപ്പെടുവാനിടയായി തീർന്നത്. അപ്പം ആ ആണി അടിച്ച് അങ്ങനെ കിടക്കുവാനായിട്ട് ഇടയാണ്. കാരണം നാം പരിധി വിട്ടതോ അറിഞ്ഞതോ അറിയാതെയോ പോയ എല്ലാ മേഖലകൾക്കും വേണ്ടിയാണ് യേശുവിന്റെ ശരീരത്തിൽ ഈ 4 സുഷിരങ്ങൾ വീഴുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതി ഇടുവാനിടയായത്. കാരണം ദൈവത്തോട് ചേർന്ന് ദൈവിക സംസർഗത്തിൽ ജീവിച്ച് ഏദൻ തോട്ടത്തിന്റെ എല്ലാ നന്മകളും അനുഭവിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ അതിനകത്ത് ഇത് പുറത്തായി. ആ പുറത്തായപ്പോ മുതൽ സ്വർഗത്തിലെ ദൈവം പുതിയൊരു പദ്ധതി നോക്കിക്കൊണ്ടിരിക്കുക. എങ്ങനെയാണ് ഈ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരുന്നത്? എല്ലാ പദ്ധതികൾ ചെയ്തിട്ടും അതെല്ലാം മനുഷ്യൻ നിരാകരിച്ച് വീണ്ടും പാപത്തിന് അടിമയായപ്പോൾ യേശുവാകുന്ന തന്റെ സ്വന്തം പുത്രനെ സ്വർഗത്തിലെ ദൈവം ഭൂമിയിലേക്ക് അയച്ചു. ആ യേശുവിന്റെ 4ാമത്തെ മുറി, the wound of പെർഫറേഷനിൽ കൂടെയാണ് മാനവ ലോകത്തിന് വിടുതലെന്ന്. ഇത് ഒരു പ്രവചന നിവൃത്തിയും കൂടെയാണ്. നമുക്ക് നോക്കാം 22-ാം സങ്കീർത്തനം അതിന്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു, അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു. മതി. അവിടെ ദാവീദ് പ്രവചനാത്മാവിൽ ദാവീദ് പറയാണ്, അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു. അപ്പം ഇത് നിങ്ങൾ ഓർക്കണം, എത്രയോ നൂറ്റാണ്ടുകൾക്ക് പുറകിലാണ് ദാവീദ് ഈ സങ്കീർത്തനം രചിക്കുന്നത്. ആ രചിക്കുമ്പോൾ തന്നെ ഇത് എഴുതി വെച്ചിരിക്കുകയാണ്, കൈകളെയും കാലുകളെയും തുളച്ചു. ഇതാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഇനി ഞാൻ മുമ്പേ പറഞ്ഞ കണ്ടിവെണ്ണയിലേക്ക് ഇത് കണക്ട് ചെയ്യട്ടെ. അതായത് ഈ യേശു കണ്ടിവെണ്ണ ചേർത്ത വീഞ്ഞു കുടിച്ച് ഇവിടെ വന്ന് ഈ ക്രൂശീകരണത്തിൽ ഏർപ്പെടുകയായിരുന്നുവെങ്കിൽ ഈ യോഹന്നാന്റെ സുവിശേഷത്തിലെ വാക്യത്തിന് പ്രസക്തിയില്ല, വിടുതലില്ല. അപ്പം ഞാനും നിങ്ങളെ രക്ഷ പ്രാപിക്കേണ്ടതിന് കോൺഷ്യസോടെ പരിപൂർണ സുബോധത്തോടെയാണ് തന്റെ ശരീരത്തിൽ ആ ആണിയടി ഏറ്റത്. ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം, യേശു ആ സമയമായപ്പോഴത്തേക്കും യേശുവിന്റെ ശരീരത്തിലെ ഓൾമോസ്റ്റ് 90% ഓഫ് ബ്ലഡ് ഓൾറെഡി പുറത്തായി. അപ്പം എത്ര ഭീകരമായിട്ടാണ് ആ പച്ച ശരീരത്തിലോട്ട് ആണി അടിച്ചേറ്റത്. അപ്പൊ കണ്ടിവെണ്ണ കുടിച്ച് സുബോധം നഷ്ടപ്പെട്ട് പാതി മയക്കത്തിൽ വേദന അറിഞ്ഞും അറിയാതെയും അല്ല ആണിയടി യേശു ശരീരത്തിൽ സുഷിരത്തിലേറ്റത് അല്ലെങ്കിൽ സുഷിരമുണ്ടായത്. കാരണം എല്ലാ അതിർത്തികളും ലംഘിക്കുന്നത് യേശു സ്വമനസ്സ തിരിച്ചറിഞ്ഞുകൊണ്ട് താൻ
അതുകൊണ്ടാണ് പറഞ്ഞത്, അവൻ കുടിക്കാതെ സ്ത്രീകളോട് പറഞ്ഞ് നിങ്ങൾ എന്നെ നോക്കണ്ട, നിങ്ങളുടെ മക്കളെ നോക്കിക്കോ, കാരണം നിങ്ങളുടെ മക്കളാണ് ഈ വലിയ വീഴ്ചയിലോട്ട് പോകാൻ പോകുന്നത്. അല്ലെ? യേശു അന്ന് വിളിച്ചു പറഞ്ഞത് സത്യത്തിൽ ഇന്ന് അത് നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഇന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് വലിയ പ്രായമാണ്. നിങ്ങൾ ചിന്തിച്ചോ, വലിയ പ്രയാസം. ഒരു 20 വയസ്സ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ കൊണ്ട് വലിയ പേടി വേണ്ട. പക്ഷേ ഒരു 10-നും 20 വയസ്സിനിടയിൽ ഈ പിള്ളാരെ മല്ലിക്കാന്ന് പറഞ്ഞാണല്ലോ, അതിലും ഭേദം ഒരു 10 പോത്തിനെ വളർത്തുക. അതുപോലെ പ്രയാസം നിറഞ്ഞ ഒരു ജീവിതത്തിന്റെ അവസ്ഥയിൽ കൂടെ നമ്മൾ പോകുന്നത്. കാരണം അത്ര ഭീകരമാണ്. ഇവരെന്ത് ചിന്തിക്കും? നമ്മളെ നോക്കി ചിരിച്ച് ഡാഡി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്തോ വരുന്നുണ്ടെന്ന് ചിന്തിച്ചോണം. അല്ലെ? അത്ര ഭീകരമാണ് ഇപ്പോഴത്തെ പിള്ളേര്. ഇത് ചുമ്മാതെ പറഞ്ഞല്ല, കർത്താവ് വിളിച്ചു പറഞ്ഞാണ്, നിങ്ങളെ എന്നെ മയക്കാൻ നോക്കണ്ട, നിങ്ങളുടെ കൊച്ചുങ്ങളെ ശരിക്കും നോക്കിക്കോ. കാരണം എന്ന് പറഞ്ഞ് യേശു ആ കണ്ടിവെണ്ണ് ഒഴിവാക്കിയിട്ടാണ് ആ സുഷിരം എന്ന് പറഞ്ഞാൽ ഒരു പുതുവഴി. ഇങ്ങനെ നശിച്ചു പോകുന്ന ജനത്തെ താൻ സമനസ ഒരു പുതുവഴി, അതാണ് പറഞ്ഞത്, എന്നിൽ കൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ എത്തുവാനായിട്ട് സാധിക്കുകയില്ല. യേശു ഒരു പുതുവഴി വെട്ടിയ. അത് കഴിഞ്ഞ് താഴോട്ടുള്ള വാക്യത്തിലാണ് 11-12 വാക്യങ്ങൾ, ഞാൻ നല്ല ഇടയൻ, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. എടാ, ഇത് കൊടുക്കാത്ത ഒരാൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? അല്ലെ? കൊടുക്കാത്ത ഒരാൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? യേശു ഇത് കൊടുക്കുകയാണ്. അവരത് മനസ്സാ ഉള്ളാതെ അറിയുകയാണ്. ആ അറിഞ്ഞുകൊണ്ടാണ് ഇതിന് വശമതിനായിട്ട് മാറുന്നത്. അല്ലെ? വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് പോകുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, യേശു ശരീരത്തിൽ ആ സുശീലമേക്ക. നിങ്ങൾ ഓർക്കണം, യേശുവിനെ പിടിക്കുവാനായി അതിന്റെ തലേ ദിവസം രാത്രി ഗെത്സമന തോട്ടത്തിൽ ആൾക്കാർ ചേകവരും പടയാളികളും എല്ലാവരും വന്നപ്പോൾ പത്രോസ് വാളെടുത്ത് മഹാപുരോഹിതന്റെ അല്ലെ അവിടെ വെച്ച് ഒരു രംഗം ക്രിയേറ്റ് ചെയ്താൽ യേശുവിന് രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ യേശുവിന് രക്ഷപ്പെട്ടാൽ പിതാവിലേക്കുള്ള വഴി അടഞ്ഞു പോകും. അപ്പം നമ്മളെ രക്ഷപ്പെടുത്തുവാൻ വരുന്ന ലോകത്തെ ഇന്ന് നമ്മൾ വായിച്ച കൊലോസ്യ ലേഖനത്തിലുണ്ട്, അതൊരു മർമ്മമായിരുന്നു. ആ മർമ്മം നിങ്ങൾക്കത് അറിയത്തില്ലായിരുന്നു. ആ മർമ്മം ഇപ്പോൾ വെളിവായി വന്നു. നിങ്ങൾ ആ ഇന്നത്തെ ലേഖനം എന്ത് അറ്റാച്ച് എന്ന് അറിയാം, ഇന്നത്തെ ഭാഗമായിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അറിയാത്ത ഒരു മർമ്മം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് യേശു ഭൂജാതം ചെയ്തപ്പോഴേ ഈ മർമ്മം ആർക്കറിയാം? കർത്താവിനറിയാം. ഇത് അറിഞ്ഞുകൊണ്ട് ഇത് സ്വീകരിച്ചുകൊണ്ടാണ് ഈ വേദനയ്ക്ക് ഇറങ്ങി തിരിച്ച്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു വരുന്നത്, യേശു തന്റെ ശരീരത്തിലേറ്റ ഈ 3 ആണിമിൽ കൂടെയുള്ള 4 മുറിവുകൾ മാനവ ലോകത്തിന്റെ സകല പാപപരിഹാരവും. അതുകൊണ്ടാണ് യേശുവിന്റെ ജനനത്തിങ്കിൽ വിളിച്ചു പറഞ്ഞത്, സർവ ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. ക്രിസ്ത്യാനികളുടെ മാത്രമല്ല, ആണോ? അല്ല. മലയാളികളുടെ മാത്രമാണല്ല, സർവ ജനത്തിനുമാണ്. അതാണ് നമ്മുടെ തീം നമ്മൾ എടുത്തിരിക്കുന്നത്. മർക്കോസ് 16:15, സകല ജനത്തോടും സുവിശേഷം പ്രസംഗിക്കണം. സകലരോടും യേശുവിന്റെ വചനം, യേശുവാകുന്ന സുവിശേഷം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഈ 4ാമത്തെ മുറിവിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന എന്നറിയാമോ? നമുക്ക് ഈ മുറിവിൽ കൂടെ ഈ ദിനങ്ങളിൽ കയറി ഇറങ്ങണം. ഞാനത് ആ റിയൽ എന്റെ അനുഭവത്തിൽ കണ്ണിൽ ആത്മകണ്ണാൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ ആ മുറിവിൽ കൂടെ ഒന്ന് കയറി ഇറങ്ങാം. കയറി ഇറങ്ങുന്നവർക്ക് മാത്രമേ മേച്ചല് കാണുവാൻ പറ്റുകയുള്ളൂ. അവിടെ പോയി നിന്ന് തൊട്ടേച്ച് പോകുന്നവർക്ക്, കണ്ടേച്ച് പോകുന്നവർക്ക്, കരഞ്ഞിട്ട് പോരുന്നവർക്ക് ആ മേച്ചല് കാണാൻ പറ്റത്തില്ല. കർത്താവേ, നീ ഒരുക്കിയ വഴിയാണ്. ആ വഴിയിൽ കൂടെ ഇന്ന് രാത്രി നമുക്കൊന്ന് കയറി ഇറങ്ങാം. അങ്ങനെ കയറി ഇറങ്ങുമ്പോഴാണ് ഈ വൂണ്ടിന്റെ, യേശുവിന്റെ ശരീരത്തിൽ 4ാമതായിട്ടുണ്ടായ പ്രത്യേക മുറിവാണ് സുഷിരങ്ങളുള്ള മുറിവ്. ഈ 4 മാത്രമേ ഉള്ളൂ സുഷിരങ്ങൾ യേശുവിന്റെ ശരീരത്തിൽ ഉണ്ടായത്. ബാക്കിയെല്ലാം വിവിധ തരത്തിലുള്ള മുറിവുകളാണ്. ആ മുറിവുകളാണ്. എന്നാൽ ഈ മുറിവുകൾ കൂടെയാണ് യേശുവിന്റെ പരിപൂർണ വിടുതൽ മാനവ ലോകത്തിനുണ്ടായത്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ എല്ലാ ഭാരങ്ങളെയും അപ്പന്റെ കരങ്ങളിലൊന്ന് വെക്കാം. ഈ സ്വർലോകത്തിന്റെയും ഭൂലോകത്തിന്റെയും അധോലോകത്തിന്റെയും അവസ്ഥ അറിയില്ല, കർത്താവിന്റെ കയ്യിലാണ്. അതുകൊണ്ട് ഞാൻ ഒരു ഭാഗം കൂടെ പറഞ്ഞ് നിങ്ങളെ ഒന്ന് ഉറപ്പിച്ച് പ്രാർത്ഥിക്കുവാനാ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നത്. അതായത് ഞാൻ ഇത്രയും പറഞ്ഞു വന്നത്, 3 ആണി 3 മേഖലകളെ സൂചിപ്പിച്ച് പിടിച്ചടക്കി. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ എന്നോടൊപ്പം ആത്മനിറവിൽ യാത്ര ചെയ്യണം.
അതായത് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന ഏത് തരത്തിലുള്ള വിഷയങ്ങളാണെങ്കിലും ഈ 3 മേഖലയിൽപ്പെട്ട ദുഷ്ടശക്തിയാണെങ്കിലും നല്ല ശക്തിയാണെങ്കിലും ഇതിന്റെ അധികാര പരിധിയിലാണ് ആണല്ലോ. അതിനകത്ത് യാതൊരു വ്യത്യാസവുമില്ല. അതിന് വേദപുസ്തകത്തിൽ തെളിവുണ്ട് അല്ലെ. ദൈവപുത്രന്മാരെ നിൽക്കാൻ ചെന്നപ്പോൾ പിശാചും ചെന്നു നിൽക്കാൻ അല്ലെ. ഉടനെ ചോദിച്ചാണ് നീ എവിടെ പോയിട്ടാണ്? ഞാൻ ഭൂമി മുഴുവനും കൂടാടി സാധിക്കും. അപ്പൊ ബഹറിനും വന്നു, സൽമാനിയായാലും വന്നു അല്ലെ. എല്ലാ ഏരിയയിലും അവൻ സഞ്ചരിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ ഇവിടെ മുഴുവനും അവന്റെ കയ്യിലുമാണ് കിടക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി വചനത്തിൽ കൂടെ നമ്മൾ ഉറക്കണം, ഇവൻ എവിടെയെല്ലാം സഞ്ചരിച്ചിട്ട് വന്നാലും ആ സഞ്ചരിച്ച ഏരിയയെ മുഴുവനും യേശു തന്റെ ശരീരത്തിൽ കൂടെ തന്റെ രക്തം ചിന്തി അതിനെ താൻ വിലക്ക് വാങ്ങിക്കഴിഞ്ഞു. മനസ്സിലായോ? യേശു അതിനെ വിലക്ക് എടുത്തു കഴിഞ്ഞു. പിന്നെ അവന് നമ്മുടെ മേൽ സ്ഥാനമില്ല. പക്ഷെ ആ രക്തത്തിന്റെ വില നമുക്ക് അറിയണമെങ്കിൽ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച ആ തലയിലെ മുൾക്കിരീടത്ത് അടിച്ചു കയറിയ രക്തത്തിന്റെ തുള്ളി ശരീരത്തിൽ വീണ് ശാപം മാറി മകനും മകളുമായി നിൽക്കുന്നുടനെ പിശാചിനോട് പറയാം, പോടാ പിശാചേ എന്ന്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ മേൽ ഇനി ഇങ്ങനെയാണോ അങ്ങനെയാണോ അതുവഴി പോയപ്പോ അടിച്ചാണോ, നമ്മൾ അങ്ങനെയാണല്ലോ പറയുന്നത്. അങ്ങനെ വന്നപ്പോൾ അപ്പോൾ ഇതൊന്നും നമ്മളെ ബാധിക്കുകയില്ല അല്ലേ. പറയാണ്, തേള് പോലും പാമ്പ് പോലും നിങ്ങളെ കടിച്ചാൽ ഏൽക്കുകയില്ല. അത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ് അല്ലെ. പാമ്പ് പോലും തേള് പോലും നമുക്ക് ദോഷം വരുത്തുകയില്ല. ആ നിലയിൽ നമ്മൾ എങ്ങനെ എത്തിച്ചേർന്നു? ഇങ്ങനെയാണ് എത്തിച്ചേർന്നത്. യേശുവിന്റെ ശരീരം കൊടുത്ത് നമ്മളെ ആ നിലയിൽ എത്തിച്ചു. പക്ഷെ നമ്മുടെ കുഴപ്പം, നമ്മളത് പൂർണ്ണമായിട്ട് അംഗീകരിച്ചെടുക്കാനും വിശ്വസിച്ചെടുക്കാനും അതങ്ങോട്ട് ക്ലെയിം ചെയ്യാനും നമുക്ക് പറ്റുന്നില്ല അല്ലെ. ഞാൻ സിമ്പിൾ ഉദാഹരണം പറയാം. നമ്മുടെ വണ്ടി മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ്, ഒരു വണ്ടിക്ക് ഒരു അപകടം ഉണ്ടായി, അല്ലെ നമുക്കൊരു രോഗമുണ്ടായി, ഇൻഷുറൻസ് ഉള്ള വണ്ടിക്കോ നമുക്കോ ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയിലോ നമ്മൾ പോയി എന്താ കൊടുക്കുന്നത്? ഇൻഷുറൻസ് കാർഡാണ് കൊടുക്കുന്നത്. എന്നിട്ട് ആ ഇൻഷുറൻസ് കാർഡ് വഴിയാണ് നമ്മൾ ഇത് ക്ലെയിം ചെയ്യുന്നത്. അപ്പം ഇൻഷുറൻസ് കാർഡിൽ അതിന്റെ നമ്പർ ഉണ്ട്, കാര്യങ്ങളുണ്ട്, അത് അതിന്റെ ഡ്യൂറേഷൻ ഉണ്ട്, ടൈം ഉണ്ട് അല്ലെ. 1 year ഡ്യൂറേഷൻ ഉണ്ട്. ആ സമയത്താണ് ഇൻഷുറൻസ് പരിരക്ഷ ആ ഉപഭോക്താവിന് ലഭ്യമാകുന്നത്. അത് നമ്മൾ ക്ലെയിം ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന് വേണ്ട എത്ര ചെലവായാലും കിട്ടും. അതിനൊരു കാരണമുണ്ട്. നമ്മൾ ഈ എടുക്കുമ്പോൾ പ്രീമിയത്തിന്റെ തുക in advance we already paid അല്ലെ. ഇപ്പൊ നമുക്ക് 150, 200 വാട്ട് എവർ ദ എമൗണ്ട്, ഒരു കോംപ്രിഹെൻസീവ് നോർമൽ ഒരു കാറിന് കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് ലെറ്റ്സ് സേ 200 ദിനാർ നമ്മൾ ഫെബ്രുവരി മാസം 1-ാം തീയതി അടച്ചാൽ അടുത്ത ജനുവരി 31 വരെ ഡ്യൂറിംഗ് ദ 12 months നമുക്കത് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിനിടെ എത്ര ആക്സിഡന്റ് നടന്നാലും നമ്മൾ എന്തോ ചെയ്യും? ഈ ഇൻഷുറൻസ് കാർഡ് കൊണ്ടുപോയി ക്ലെയിം ചെയ്യും. ഇന്ന് രാത്രി ഈ ഒരു തിരിച്ചറിവ് ദൈവജനം തിരിച്ചു വരണം. എന്നറിയാമോ? യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ രക്ഷ എന്ന ഇൻഷുറൻസ് കാർഡ് കൈ വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? ആ രക്ഷയുടെ ഇൻഷുറൻസ് കാർഡിൽ കൂടെ നമ്മൾ പോയി ക്ലെയിം ചെയ്യണം. കാരണം സ്വർഗത്തിലെ അപ്പൻ നാളുകൾക്ക് മുമ്പേ തന്നെ മകനിൽ കൂടെ അത് പെയ്ഡ് ആക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഇപ്പോഴും അത് തിരിച്ചറിഞ്ഞ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നില്ല. സോ we have to recognize the reality. നമ്മൾ എന്താണ്, നമ്മൾ ആരാണ്? ഞാൻ അവിടെ എപ്പോഴും പറയും, നമ്മൾ ആരാണ്? നമ്മൾ എപ്പോഴും ചത്തയെ ചടഞ്ഞിരിക്കാനുള്ളവരല്ല. നാം ആ ദൈവ കൃപയുടെ പവർ നമ്മുടെ ജീവിതത്തിൽ കാണിക്കണം. അത് നമ്മൾ അങ്ങോട്ട് പറയുമ്പോഴാണ് മറ്റുള്ളവരിലോട്ട് പോസിറ്റീവ് എനർജി വന്നു കയറുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാലം ഞാൻ പറഞ്ഞത്, ഈ ഒരു ദൈവ കൃപയിലേക്ക് വരുമ്പോഴാണ് നമുക്കത് പ്രാപിക്കുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് ഒരു പ്രശ്നവും നമ്മളെ ബാധിക്കാതെ വരുന്നത്. അതുകൊണ്ട് ഈ 4ാമത്തെ മുറിവിൽ കൂടെ ഇന്ന് രാത്രി നാം ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, ഈ ദൈവകൃപ തിരിച്ചറിഞ്ഞ് ഈ യേശുവിന്റെ ശരീരത്തിൽ കൂടെ 3 ലോകങ്ങളെയും കർത്താവ് ചവിട്ടി മെതിച്ച്, അതായത് ഈ സുഷിരങ്ങൾ കൂടെ ആണികൾ കൂടെ ഈ 3 ആണി, ഇവരുടെ ആണി അടിച്ചപ്പോൾ റോമ ഗവൺമെന്റിന്റെ ഇരുമ്പിന്, അവരുടെ ആ ഒരു ഇരുമ്പിന് പോലും വിലയില്ലാതെ യേശുവിനെ നിഷ്കരണമാക്കി കളഞ്ഞു. താൻ ഒരു പുതുവഴി അതിനകത്ത് കൂടെ തുറക്കുകയായിരുന്നു. ഇന്ന് രാത്രി ആ പുതുവഴി നമ്മൾ കണ്ടെത്തിയില്ല എങ്കിൽ, അതേ കൂടെ യാത്ര ചെയ്തില്ലെങ്കിൽ വർഷം തോറും ആചരിച്ചു പോകുന്ന വെറും ഒരു കർമ്മമായി ഈ ഗുഡ് ഫ്രൈഡേ നമുക്ക് മാറിപ്പോകും. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് എന്ത് വേണമെന്നറിയാമോ? ഈ യേശുവിന്റെ മുറിവിൽ കൂടെ കുത്തിത്തുളച്ച ഈ മുറിവിൽ കൂടെ യേശു ഉദ്ദേശിച്ച വിടുതൽ നമുക്കുണ്ടാകണം. ഞാൻ ഉദ്ദേശിച്ച അർത്ഥത്തിലേക്ക് നിങ്ങൾക്ക് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് രാത്രി ഈ ശുശ്രൂഷ അനുഭവിക്കുന്ന നിങ്ങൾ, നാം ഓരോരുത്തരും അറിയേണ്ടത്, ആ
നാലാമത്തെ മുറിവിൽ സ്വർഗത്തിലെ പിതാവ് യേശുവിൽ കൂടെ എന്ത് ഉദ്ദേശിച്ചോ അത് നമ്മൾ ഇന്ന് രാത്രി പ്രാപിക്കണം. അല്ലെങ്കിൽ അയ്യോ നാലാമത്തെ ഒരു മുറിവ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പോകുന്നതല്ലാതെ എന്ത് ഗുണം അല്ലെ? പക്ഷേ സ്വർഗത്തിലെ ദൈവം അത് ജാതികൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അനേകർ തിരിച്ചറിഞ്ഞു, അനേകർ ദൈവകൃപയിൽ അനുഭവിക്കുന്നു. അത് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഈ മുറിവിൽ കൂടെ ഒരു യാത്ര ചെയ്യാൻ പോവുക. നമ്മുടെ ദൈവകരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിക്കാൻ പോകുകയാണ്. എല്ലാവരും ഒന്ന് കണ്ണുകളെ അടച്ചാട്ടെ. എല്ലാവരും ഒന്ന് കണ്ണുകളെ അടച്ചാട്ടെ. അവസാന ചില മിനിറ്റുകൾ ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ ഏൽപ്പിക്കുന്നു. എല്ലാവരും അപ്പന്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് ഏൽപ്പിച്ചാട്ടെ. നിങ്ങളുടെ ആത്മ കണ്ണുകൊണ്ട് യേശു ക്രൂസിൽ തറയ്ക്കപ്പെട്ട് കിടക്കുന്ന ആ ഒരു ചിത്രം, അത് ലീനോഡോ ഡാവിഞ്ചിയോ ആര് വരച്ചതുമായിക്കൊള്ളട്ടെ, അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. പക്ഷെ റിയാലിറ്റി അത് നടന്നതാണ്. അതുകൊണ്ട് ഒരു പുരുഷനെ നല്ല യുവത്വത്തിൽ ഹല്ലേലൂയ കുരിശിൽ തറച്ച് കിടക്കുന്നു. ആ 3 ആണിയിൽ കൂടെ 4 സുഷിരങ്ങൾ ശരീരത്ത് വീണതിന്റെ ആത്മീക അർത്ഥം ഇന്ന് രാത്രി നമ്മൾ കണ്ടെത്തി. അതുകൊണ്ട് ആ സുഷിരത്തിൽ കൂടെ നമ്മൾ കയറി ഇറങ്ങാം. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാരം, വേദന, നിങ്ങൾ ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന വലിയ പെയിൻ, അത് നമുക്കൊരു പുതുവഴി തരികയാണ്. ഹല്ലേലൂയ. അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അവൻ മേച്ചിൽ കണ്ടെത്തുന്നു. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇടയനും ആടുകളുടെ ഉടമസ്ഥനും അല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ഹല്ലേലൂയ അവനെ വിട്ട് ഓടിക്കളയുന്നു. ചെന്നായെ പിടിക്കുകയും ചിഹ്നിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ ആടുകളെ കുറിച്ച് വിചാരമില്ലാത്തവനും കൂലിക്കാരനുമല്ലയോ? ഇന്ന് രാത്രി നല്ല ഇടയനാകുന്ന യേശു എന്തിനാണ് ഒരു പുതുവഴി തുറന്നു തന്നത്? എനിക്ക് നിങ്ങൾക്കും ഒരു പുതിയ മേഖല ഉണ്ടാകുവാൻ, സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാൻ. അവിടെ ഞാൻ നിങ്ങളും ജീവനറ്റവരായി ജീവിക്കരുത്. രാത്രി വചനത്തിന്റെ മർമ്മം മനസ്സിലാക്കണം. ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി ഡൗൺ ആയി, ഡെസ്പായി, ഡിസ്കറേജ്ഡ് ആയി, അതിലെ സമൃദ്ധിയായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ട നമ്മൾ ജീവനില്ലാതെ ജീവിച്ച് തീരരുത്. ഈ മുറിവ് നമ്മളെ ഓർപ്പിക്കുന്നതാണ്. ഇവിടെ ഇരിക്കുന്നവരിൽ എല്ലാവർക്കും അവരവരുടെ പ്രയാസങ്ങളുണ്ട്. സ്വന്തം ശരീരത്തിൽ കൂടെയുള്ള ബുദ്ധിമുട്ടുകൾ, അവരവരുടെ പോക്കറ്റിന്റെ അവസ്ഥ അവരവർക്കറിയാം, ബാധ്യതകൾ അവരവർക്കറിയാം, ആരോഗ്യ പ്രയാസങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ, ജോലി വിഷയങ്ങൾ, കടബാധ്യതകൾ, പേരൻസ് മുഖാന്തരമുള്ളത്, സഹോദരങ്ങൾ മുഖാന്തരമുള്ളത്, നിയമപരമായിട്ടുള്ളത്, ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഈ വിഷയങ്ങളെ എല്ലാം നിങ്ങളെ ഭരിക്കരുത്, നിങ്ങൾ അവയെ ഭരിക്കണം. അതാണ് ദൈവം നമ്മളെ ഓർപ്പിക്കുന്നത്. ഇന്ന് രാത്രി ആത്മാവിൽ നിന്ന് ബലപ്പെട്ടാട്ട് എന്റെ യേശു നാലാമതായിട്ട് എന്തിനാണ് ശരീരത്തിൽ മുറിവേറ്റത്? ഞാൻ ഇപ്പോൾ കടന്നു പോകുന്ന വിഷയങ്ങളിൽ ഞാൻ മുറിവേൽക്കാതിരിക്കാൻ യേശു മുറിവേറ്റിട്ട് ഒരു പുതിയ വഴി അവൻ തുറന്നതാണ്. യേശു മുറിവേറ്റത് കൊണ്ട് ഇനി എന്റെ ശരീരത്തിൽ മുറിവേൽക്കണ്ട. ഒരു ഓപ്പറേഷൻ ഒഴിവാക്കാൻ യേശു അപ്പച്ചന് കഴിയും. അതിനെതിരായിട്ടുള്ള പ്രതികൂലങ്ങളെ യേശു അപ്പച്ചൻ മാറ്റും. അത് ഇവിടെയും എവിടെയും ഏത് മേഖലയിലും നടക്കുവാൻ എന്റെ അപ്പന് കഴിയും. മറ്റുള്ളവർ മുമ്പിൽ കുനിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ജീവിത പശ്ചാത്തലങ്ങളെ എന്റെ യേശു അപ്പൻ ഒരു നല്ല മേച്ചിൽ കണ്ടെത്തിക്കൊണ്ട് അതിനെ മാറ്റി തരുവാൻ എന്റെ അപ്പന് കഴിയും. അവൻ മേച്ചിൽ തരുന്ന ദൈവമാ, സമൃദ്ധിയായ ജീവൻ തരുന്ന ദൈവമാ. നാല് ദിക്കുകളെയും തന്റെ കൈകാലുകളിൽ യേശു ഒതുക്കി. ഇന്ന് രാത്രി ഓർക്കണം, എന്നെയും നിങ്ങളെയും ബാധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ ഏത് ദിക്കിൽപ്പെട്ടതാണെങ്കിലും ഇന്ന് രാത്രി ഓർക്കണം. ചിലർ പറയും അത് പാരമ്പര്യമായി നാട്ടിലേതാ, വീട്ടിലേതാ, താമസിച്ചേറിയാ, അമ്പലക്കുളത്തിന്റേതാ, എന്തുമായി
എന്റെ യേശുവിന്റെ കൈകാലുകൾ ഒതുക്കിയവൻ, യേശുവിനെ അടിച്ച 3 ആണിയാൽ 3 ലോകങ്ങളുടെ സകല അധികാരവും എന്റെ അപ്പൻ പിടിച്ചടക്കിയതിലൂടെ പാമ്പിന്റെ മേലും തേളിന്റെ മേലും ശത്രുവിന്റെ സകല തലയെ തകർക്കുവാൻ എന്റെ അപ്പൻ നമുക്ക് അധികാരം തന്നിരിക്കുന്നു. എത്ര പേര് അധികാരം ഉപയോഗിക്കുന്നു, എത്ര പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്? അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ നിന്ന് പ്രാപിച്ചേ പോകാം. നിങ്ങളുടെ വീട്ടിൽ നേരിടുന്ന, നിങ്ങളുടെ ജോലിസ്ഥാനത്ത് നേരിടുന്ന, നിങ്ങളുടെ ശരീരത്തിൽ നേരിടുന്ന, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നേരിടുന്ന, നിങ്ങളുടെ സ്നേഹിതർ നിങ്ങളോട് പരിശുദ്ധമായി നേരിടുന്ന ജീവിത മേഖലകളെ നോക്കിക്കൊണ്ട് യേശുവിനെ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് രാത്രി വിളിച്ചു പറയണം, ഞാൻ സമൃദ്ധിയായ ജീവൻ പ്രാപിച്ചു. അതിനുവേണ്ടിയാണ് യേശുവിന്റെ ശരീരത്തിൽ കുത്തിത്തുളച്ച മുറിവുകളേറ്റത്. കാരണം ഞാൻ കുത്തിത്തുളയ്ക്കപ്പെടാതിരിക്കുവാൻ, എന്റെ ഹൃദയം യേശുവിന്റെ ശരീരം കുത്തിത്തുളച്ചതുപോലെ മുറിയപ്പെടാതിരിക്കുവാൻ. ഇന്ന് രാത്രി ഇവിടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ കാലിരുമ്പ് പോലെ മുള്ളുകൊള്ളുന്ന അനുഭവം, ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ കൂടെ കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ദൈവപൈതലുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ പൈതലേ, നീ അത് ഏറ്റെടുക്കരുത്. അതിന് പകരമായി ഒരുവൻ അത് ഏറ്റെടുത്തിട്ടുണ്ട്. വിശ്വസിക്ക്, വിശ്വസിക്ക്. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിന്റെ ശരീരത്തിലേറ്റ 4ാമത്തെ മുറിവ് എല്ലാവരും നിങ്ങളുടെ ഹൃദയംഗമായി നിങ്ങൾ കടന്നു പോകുന്ന വേദനകൾ വളരെ വിശ്വാസത്തോടെ, ഒരുപക്ഷെ നികത്താൻ പറ്റാത്തതായിരിക്കാം, ഹല്ലേലൂയ, ആയിക്കൊള്ളട്ടെ. പക്ഷെ വചനം പറയുന്നു, സമൃദ്ധിയായ ജീവൻ നൽകുന്ന ഒരു അപ്പനുണ്ട്, മേച്ചൽ കാണിച്ചു തരുന്ന ഒരു അപ്പനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വാതിലാകുന്നു. ഈ വാതിൽ വെറുതെ ഉണ്ടായതല്ല. പ്രൈസ് ദി ലോർഡ്. നോഹയുടെ പെട്ടകത്തിന് സ്വർഗത്തിലെ ദൈവം വാതിൽ വെച്ചിട്ട് ആ വാതിൽ നോഹയെ കൊണ്ടും ആശാരിയെ കൊണ്ടും അടപ്പിച്ചില്ല. സ്വർഗത്തിലെ ദൈവം വന്ന് അടച്ചു. ഏതാണ് ആ വാതിൽ എന്നറിയാമോ? യേശുവാകുന്ന വാതിൽ. പ്രൈസ് ദി ലോർഡ്. ആ വാതിൽ വേറെ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ആ വാതിലാണ് തന്റെ ശരീരത്തിലേറ്റ സുശീലങ്ങൾ,